അന്ന് വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഫൂലനെ ആഴ്ചകളോളം അവിടെ ഠാക്കൂർമാർ മാറി മാറി പീഡിപ്പിച്ചു. തളർന്ന് അവശയായ അവളെ കുടം നിറയെ വെള്ളവുമേന്തി ഗ്രാമത്തിലൂടെ നഗ്നയായി നടപ്പിച്ചു. പിന്നീട് ഗ്രാമത്തിൻ്റെ കോണിലെങ്ങോ മൃതസമാനമായി ഉപേക്ഷിക്കപ്പെട്ട അവളെ മാൻസിംഗ് എന്നൊരു കൊള്ളക്കാരൻ രക്ഷിക്കുന്നു. ഈ മാൻസിംഗും ഫൂലനും കുറെ കീഴ്ജാതിക്കാരായ കൊള്ളക്കാരും ഒക്കെ ചേർന്ന് പുതിയൊരു സംഘം അവിടെ രൂപീകരിച്ചു. പീഡനങ്ങളേറ്റും അപമാനിക്കപ്പെട്ടും ചത്തു തീരുവാനായിട്ട് ഫൂലൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പുതുതായി ഉദയം കൊണ്ട കൊള്ള സംഘം നാടാകെ ഭീതിയിലാഴ്ത്തി. ഫൂലന്റെ സംഘത്തെപ്പറ്റി ഓർക്കുന്നവർ പോലും വിറയ്ക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ഠാക്കൂർ സമൂഹം തനിക്ക് നൽകിയ ആ ദുർദിനങ്ങളുടെ ഓർമ്മകൾ അവളെ ഒരു കടുത്ത പ്രതികാരദാഹിയാക്കി മാറ്റിയിരുന്നു. തൻ്റെ കൂടെ ശക്തമായ ഒരു ആൺപട ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്താൽ കുതിരപ്പുറത്ത് അവൾ ബഹമായി ഗ്രാമത്തിലേക്ക് പാഞ്ഞു ചെന്നു. സംഘാംഗങ്ങൾ ഠാക്കൂർമാരെ പിടിച്ച് വീട്ടിൽ നിന്നും വലിച്ചിറക്കി അവളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് 23ഓളം ഠാക്കൂർമാരെ നിർദ്ദയം അവിടെ വധിച്ചു. തന്നെ പീഡിപ്പിക്കുന്നതും അപമാനിക്കുന്നതും നോക്കി നിന്ന ഗ്രാമീണരുടെ മുമ്പിലൂടെ പ്രതികാരം നിറവേറ്റിയ സംതൃപ്തിയോടെ കുതിരപ്പുറത്ത് അവൾ ചമ്പൽക്കാടുകളിലേക്ക് മറഞ്ഞു. ഈ ബഹമായി കൂട്ടക്കൊല രാജ്യമെമ്പാടും പ്രകമ്പനം സൃഷ്ടിച്ചു. ഒരു പെൺകുട്ടി നയിക്കുന്ന കൊള്ളസംഘം, അവരുടെ അറും കൊലകളും കൊള്ളകളും മുതലായ കഥകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഫൂലന്റെയും മാൻസിംഗിന്റെയും കൊള്ളസംഘം സർക്കാരിനും കൊടിയ തലവേദനയായി. അന്നത്തെ UP മുഖ്യമന്ത്രിയായിരുന്ന VP സിംഗിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. സവർണ ലോബികളും അടങ്ങിയിരുന്നില്ല. അവർ പോലീസിലും സർക്കാരിലും നിരന്തരം ഫൂലനെ തീർക്കുവാനായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. പോലീസ് ഫൂലനെയും കൂട്ടരെയും കീഴ്പ്പെടുത്തുവാനായി കച്ചയും മുറുക്കി ഇറങ്ങി. പക്ഷേ അപ്പോഴേക്കും ഫൂലൻ പഴയ തൊഴുകയോടെ നിൽക്കുന്ന മാൻകിടാവ് പോലത്തെ സാധു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. കായികമായും കൗശലപരമായും എല്ലാ അടവുകളും പഠിച്ച് തെളിഞ്ഞ് തികഞ്ഞ ഒരു കൊള്ളക്കാരിയായി മാറിയ അവളെ പിടിക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞതേയില്ല. പോലീസിൻ്റെ ഒരു കെണികളിലും പെടാതെ പരാജയം എന്ന വാക്കിനെ പോലും പരാജയപ്പെടുത്തത്തക്ക രീതിയിൽ അവൾ വളരെ കൗശലപൂർവ്വം താവളങ്ങളിൽ നിന്നും താവളങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. മറ്റ് പ്രമുഖ കൊള്ള സംഘത്തെയും തലവന്മാരെയും ഒക്കെ കീഴ്പ്പെടുത്തി അവരൊക്കെയും കീഴടങ്ങി. എങ്കിലും ഫൂലനെയും കൂട്ടരെയും മാത്രം തളയ്ക്കുവാനായിട്ട് നിയമത്തിനും പോലീസിനും കഴിഞ്ഞില്ല.